പത്രക്കാരനാണെങ്കിൽ അത്യാവശ്യം മര്യാദക്ക് ഉണ്ടല്ലേ. ഞാൻ കരുണാനിയോട് പറയാം അവൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കുന്നത്. ഞാനൊരാളെ പറഞ്ഞേക്കുന്നുണ്ട്, ഗീവ് ആൻ അപ്പോയിൻമെന്റ് ഓർഡർ. അങ്ങനെ ഞാനവിടെ ഇറങ്ങി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ മെയിലിൽ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ശരി പറഞ്ഞു. ജോലി ചെയ്തത് കൂടുതലും ഇംഗ്ലീഷ് പത്രങ്ങളിലായിരുന്നെങ്കിലും ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് 80കളുടെ അവസാനത്തിലായിരുന്നു. അത് തന്നെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഞാൻ അതുവരെ, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ കോട്ടയത്തുണ്ടായിരുന്നൊരു പ്രമുഖ പത്രത്തിൻ്റെ മാസികകളിലായിരുന്നു ആദ്യം താമസിക്കുന്നത്, അവസാനം ജോലി ചെയ്തിരുന്നത്. അപ്പം അതിലൊരു ഏറ്റവും അവസാനം ജോലി ചെയ്തിരുന്നൊരു വനിതാ മാഗസീനിലായിരുന്നു, ഒരു സ്ത്രീ മാഗസീനിലായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ അതൊട്ടും ഒരു തരത്തിലും യോജിച്ച് പോകാൻ പറ്റാത്തൊരു പ്രവൃത്തിയായിരുന്നു അത്. അപ്പം അങ്ങനെ അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു വലിയ മനുഷ്യൻ, ആ പത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു മനുഷ്യൻ, അയാളൊരു മുമ്പത്തെ ഒരു പഴയൊരു തീപ്പന്തമായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് കൊണ്ട് പറഞ്ഞു, നിനക്ക് പറ്റിയ സ്ഥലമല്ല അത്. അപ്പം ഞാനതിന് തൊട്ട് മുമ്പൊക്കെ മിറർ മുതലായിട്ടുള്ള മാസികകളൊക്കെ ഉണ്ടായിരുന്നു, ബോംബെ നിന്നൊക്കെ ഉള്ള. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം കവിത എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുമ്പേ ഇത് കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, നിനക്ക് നല്ലത് ഇംഗ്ലീഷാണ്, ഇവിടെ നിൽക്കണ്ട, നീ ദേശീയ പത്രങ്ങളിൽ എവിടെയെങ്കിലും പോയി ശ്രമിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ ശരി. അപ്പം എനിക്ക് ആരും പരിചയമില്ല, കാരണം അന്ന് എന്താ പറയുക, ഒരു പയ്യനാണ് ഞാൻ, എനിക്കിതൊന്നും ഒരു പിടിയില്ല. അപ്പം ഇത് 80കളിലാണത്. ഞാൻ പറഞ്ഞു ശരി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ലത് നീ ബോംബെ പോയിട്ട് ശ്രമിച്ചു നോക്കുക, അവിടെ കുറേ പത്രങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും കയറാൻ പറ്റുമെന്ന് നോക്കുക പറഞ്ഞു. ശരി പറഞ്ഞു. പക്ഷെ ബോംബെയിൽ എനിക്ക് പരിചയമുള്ള ആരുമില്ല. അപ്പോൾ അവിടെ പോയാൽ എന്താ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കോട്ടയത്ത് നിന്ന് ബോംബെയിലേക്ക് തീവണ്ടിയിലൊരു ടിക്കറ്റ് വാങ്ങിച്ചു. ബുക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് രാജിവെച്ചിട്ട് അന്ന് രാത്രിത്തെ വണ്ടിക്ക് തന്നെ ബോംബെക്ക് പോയി. ബോംബെ വീട്ടിലേക്ക് ടിക്കറ്റ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കയറി, ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു അതിൻ്റെ അകത്ത്. എങ്ങനെയൊക്കെയോ അതിൻ്റെ കയറി കൂടി അവിടെ ചെന്ന് പോകുന്ന വഴി വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഒരു കല്യാൺ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്, കല്യാണിലെത്തിയ സമയത്ത് ജനലിൽ കൂടെ നോക്കിയ സമയത്ത് പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിറയെ ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇവിടെ ഇറങ്ങിയാൽ എന്തിനാ ഇപ്പോൾ വീട്ടിൽ വരെ പോകുന്നു, ഇവിടെ ഇറങ്ങി നോക്കാം, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാനവിടെ ഇറങ്ങി. പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ എവിടെ താമസിക്കാമെന്ന്, അതും എനിക്കറിയില്ല. അപ്പോൾ വിചാരിച്ചെന്നാൽ ആദ്യം ശ്രമിച്ചു നോക്കാം, എല്ലാവരെയും ഒന്ന് വിളിച്ചു നോക്കാം. അതൊരു വൈകുന്നേരമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെയുള്ള STD ബൂത്ത് പോയിട്ട് പറഞ്ഞു, എനിക്കൊരു ഡയറക്ടറി വേണം, കാരണം എനിക്ക് നമ്പർ പോലും ഇല്ല ഒരു പത്രത്തിൻ്റെ. പേരുകൾ അറിയാമെന്നല്ലാതെ ഒന്നിനും നമ്പറില്ല. അപ്പം അയാളുടെ ഡയറക്ടറി ഒന്നുമില്ല. അപ്പം എന്നോട് പറഞ്ഞാൽ അടുത്ത് കുറേ എണ്ണം ഉണ്ട്, അവിടെ കുറേ STD ബൂത്തുകളുണ്ട്, അടുത്തടുത്തൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയി നോക്കി, അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് എടുത്തു. ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വിളിച്ചു, കാരണം അവിടുത്തെ പ്രധാന പത്രം അതായിരുന്നു എന്ന്. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ, ഞാൻ കേരളത്തിൽ നിന്ന് വരികയാണ്, ഒരു ജോലി അന്വേഷിച്ച് വരികയാണ് എന്ന്. ഉടനെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ മെയിലിൽ വിളിച്ച് ശല്യപ്പെടുത്തരുത് പറഞ്ഞു. ശരി പറഞ്ഞു. അതുകഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വിളിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വിളിച്ചപ്പോഴും ഇത് തന്നെ, ഇവിടെ വേക്കൻസി ഒന്നുമില്ല, നിങ്ങൾ വേറെ നോക്കിക്കോളൂ. ഇങ്ങനെ പലയിടത്തും സ്റ്റേറ്റ്സ്മാൻ്റെ ബ്യൂറോയിലേക്ക് വിളിച്ചു. സ്റ്റേറ്റ്സ്മാനിന് തന്നെയായിരുന്നു മറുപടി. പിന്നെ ഇനി ആരെ വിളിക്കേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇങ്ങനെ ഫ്രീ പ്രസ് ജേണൽ എന്ന് പറഞ്ഞൊരു പഴയ പത്രം ഉണ്ടായിരുന്നു. പഴയ പത്രം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമരക്കാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു പത്രമാണ്. അന്ന് ഒരു കാലത്ത് വളരെ ഫേമസ് ആയിരുന്ന പത്രമായിരുന്നു. ഞാൻ പെട്ടെന്ന് ശരി അത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ നമ്പർ എടുത്തു. അപ്പം അത് ഫ്രീ പ്രസ് ജേണൽമാർക്ക് എന്ന റോഡിന് തന്നെ പറയുക, കാരണം അത്രയും ഫേമസ് ആയിരുന്നു ഒരു കാലത്ത്, കൊളാബയുടെ അടുത്ത്. അപ്പം അവിടെ വിളിച്ചു. പക്ഷെ ഭാഗ്യത്തിന് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അത് കോള് നേരെ പോയത് അവിടുത്തെ ന്യൂസ് എഡിറ്ററുടെ അടുത്തേക്കാണ്. എന്നുവെച്ചാൽ ഇവർ റിസപ്ഷനിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തത് ന്യൂസ് എഡിറ്റർക്കാണ്. അപ്പം ഇതൊരു മലയാളിയാണ്. അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ എന്താ വെച്ചിട്ട്, ഞാൻ പറഞ്ഞിങ്ങനെ ഇത് കഴിഞ്ഞ് വരികയാണ്, കേരളത്തിലെ ഒരു പ്രമുഖ പത്രസ്ഥാപനത്തിലായിരുന്നു, അവിടെ നിന്നൊക്കെ വിട്ടിട്ട് വരികയാണ്, ഒരു ജോലി വേണം, അതിന് വന്നു. അപ്പോൾ കക്ഷിങ്ങനെ ആലോചിച്ചിട്ട്, ഓഹോ നീ അവിടെ നിന്ന് വിട്ടു വരാം. ഞാൻ പറഞ്ഞു അതെ. മതി അതന്നെ ഒരു വലിയ ക്വാളിഫിക്കേഷനാണ്, നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് പോയി ഈ സ്ഥലത്ത്, ഈ ഫ്രീ പ്രസ് ജേണലിൻ്റെ ഓഫീസിൽ.
അപ്പം ഇദ്ദേഹം അതൊരു എത്ര നില എനിക്ക് ഓർമ്മയില്ല, 4ാം നിലയിലോ 5ാം നിലയിലോ മറ്റാണ് ഇവരുടെ ഇത്. അപ്പം അവിടെ ചെന്ന് ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കുക ഇതൊക്കെ പറഞ്ഞു. അവിടെ ഇരുത്തിച്ച് എൻ്റെ കയ്യിലാകെ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. ബഷീറിനോട് ചെന്നിട്ട് സാധനങ്ങൾ ഞാൻ പറഞ്ഞു ഇതേ ഉള്ളൂ. ഓ ഇതും കൊണ്ടാണ് നീ ബോംബെയിൽ വന്നത്? ഞാൻ പറഞ്ഞു അതെ. എന്നോട് ചെന്ന് എവിടെ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു താമസിക്കാനൊന്നും ആയിട്ടില്ല, ഞാൻ വന്നു ട്രെയിൻ ഇറങ്ങി ഇങ്ങനെ എല്ലാ പത്രങ്ങളിലും വിളിച്ച് ചോദിക്കായിരുന്നു. ആ കൂട്ടത്തിലാണ് നിങ്ങളെയും വിളിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി താമസിക്കണം തോന്നി. പക്ഷേ ചോദിച്ചാൽ എത്ര ഉറുപ്പ്യയുണ്ട് കയ്യിൽ, എത്ര കാശ് എത്രയുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞങ്ങനെ ഒരു 2000 ഉറുപ്പ്യ ഉണ്ടാവും, അതിൽ കൂടുതലൊന്നുമില്ല. ഓ നീ 2000 രൂപയായിട്ടാണോ ബോംബെയിൽ വന്നത്? ഞാൻ പറഞ്ഞു അതെ. പറഞ്ഞു നീ അവിടെ ഇരിക്കുക പറഞ്ഞിട്ടൊരു ഒരു കസേര എടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പം, കാരണം രാത്രിയാണല്ലോ ഈ പത്രത്തിൻ്റെ എഡിഷൻ പുറത്തേക്ക് വിട്ടിട്ട് പോവുക, എന്നിട്ടല്ലേ അവർക്ക് ഇറങ്ങാൻ പറ്റും. 12 മണി കഴിഞ്ഞു, 12:30 കഴിഞ്ഞു, 1 മണിയോളം ഉണ്ടാവും. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുക. അപ്പോൾ ബഷീറിനോട് പറഞ്ഞാൽ നീ ഇങ്ങനെ ഉറക്കം തൂക്കിയാൽ എങ്ങനെയാണോ നീ അവിടെ ഇരിക്കും. അപ്പം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് തലവേദനയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ട്, ഞാൻ പോയിട്ട് കുറച്ച് മരുന്ന് വാങ്ങിയിട്ട് വരാം. താഴെ ഒരു മരുന്ന് ഷോപ്പ് കണ്ടിരുന്നു, ഞാൻ പോയിട്ട് അവിടെ നിന്നോ. ഓഹോ നിനക്ക് തലവേദന ഉണ്ടല്ലേ, മരുന്ന് ഞാൻ തരാൻ പറഞ്ഞു. എന്നിട്ട് പക്ഷേ എന്നോട് താഴെ കൊണ്ടുപോയി ഒരു ടാക്സി പിടിച്ച് നേരെ ഒരു ബാറിലേക്ക് പോയി. അവിടെ ഇരുന്ന് മുമ്പ് ഒരു 1-2 ലാർജ് പെഗ് കഴിച്ചു. എന്നോട് നീ കഴിച്ചാൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പം അത് ശരിയാവില്ലേ, എൻ്റെ തലവേദന വേണ്ട, ഇത് കഴിച്ചാൽ മതി. ഞാൻ വേണ്ട പറഞ്ഞൊന്നും കേട്ടില്ല. അവസാനം ഞാനും കഴിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു ഓഫീസിൽ. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് കിടക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഒരു സ്ഥലം പറഞ്ഞത് ഞാൻ അവിടെ പോയി റൂം എടുത്തോളാം. പറഞ്ഞേ നീ 2000 രൂപയും കൊണ്ട് ബോംബെയിൽ വന്നാൽ നീ എന്ത് റൂം എടുക്കാൻ പോകണം, നീ അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അവസാനം അപ്പോഴേക്ക് പോകേണ്ട സമയമായി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങി. അപ്പോൾ കക്ഷി അവിടെ നിന്ന് YMCA താമസം, അതിൻ്റെ അടുത്ത് തന്നെ ഒരു YMC ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയി ഞങ്ങൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ മുറി ചെന്നൊരു വളരെ ചെറിയൊരു മുറിയാണത്. അപ്പം അവിടെ ഒരു കട്ടിലുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു മേശയുണ്ട്, ഇപ്പുറത്തെ ഭാഗത്തൊരു വാഷ് ബേസിനുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ചെന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ എവിടെ കിടക്കുക? അവരോട് നീ കട്ടിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ കിടന്നോളാം താഴെ. പക്ഷേ എന്നാൽ ശരി പറഞ്ഞു. അങ്ങനെ ഞാനവിടെ കിടന്നു ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം രാവിലെ എൻ്റെ കൂടെ വാ ഓഫീസിൽ, നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടത്. ശരി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഓഫീസിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് മൂപ്പരുടെ മറ്റേ ഡെസ്കിൽ പോയിരുന്നു, ഞാൻ മൂപ്പരുടെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ക്യാബിനിലാണ് ഇവിടുത്തെ ജനറൽ മാനേജറുടെ ക്യാബിൻ അതിൻ്റെ പിന്നിലാണ്. അപ്പം ഇതേ അവിടെ ഇരുന്ന് ഞാനത് ഇൻ്റർകോം എടുത്തു, ടെലിഫോൺ എടുത്തു. എന്നിട്ട് പറഞ്ഞു ഞാനൊരാളെ പറഞ്ഞേക്കുന്നുണ്ട്, ഗീവ് ഹിം ആൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ. അപ്പോൾ ട്രെയിനി ആയിട്ട് കൊടുത്താൽ മതി, ട്രെയിനി അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അയാളെന്താ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. എന്നിട്ട് അവിടെ വെച്ചിട്ട് ചെല്ല് ഇയാളെ കാണ് ജനറൽ മാനേജറെ, അയാൾ നിനക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ തരുന്നു. അപ്പം ഞാൻ ചോദിച്ചത് ഇപ്പം എന്താ, ഞാൻ നേരെ പോയി അവിടെ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്താ അവൻ്റെ വിചാരം, ഞാനവിടുത്തെ ജനറൽ മാനേജർ, ഇവൻ ആരാ എന്നോട് പറയാൻ മറ്റേ അപ്പോയിൻമെൻറ്റ് ഓർഡർ തരാം. ഞാൻ പറഞ്ഞതാ സാറേ ഒരു കാര്യമായിട്ട് ഞാനൊരു ജോലി അന്വേഷിച്ച് വന്ന ആളാണ്, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം എന്നോട് ഇവിടെ വരാൻ പറഞ്ഞ് ഞാൻ വന്നു. അപ്പം കഷ്ടിൻ്റെ മുഖത്തേക്കിട്ട് ഒരു ചിരി. പത്രക്കാരനാണെങ്കിൽ അത്യാവശ്യം മര്യാദയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ചിരിച്ചൊന്നും പറഞ്ഞു. പറഞ്ഞാൽ ശരി നീ ഇവിടെ ഇരിക്കുക പറഞ്ഞു. പറഞ്ഞ് ഞാൻ എന്നോട് പറഞ്ഞ് ഞാൻ തരാം, പക്ഷെ അത് അവനോട് പറഞ്ഞേക്ക് ഇനി മേലിൽ ഇങ്ങനത്തെ അഭ്യാസമായിട്ട് എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ തിരിച്ചു പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്, അവനൊരു ജനറൽ മാനേജർ വന്നിട്ടുണ്ട്, അവനൊക്കെ പണിയുണ്ട് എനിക്ക്. മറ്റേ ഇതിൻ്റെ ഉടമസ്ഥൻ, അന്ന് സ്പീക്കർ ജനറലിൻ്റെ ഉടമസ്ഥൻ ഇപ്പോഴും അതേ വന്നു, കരുണാനി എന്നിട്ടൊരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കരുണാനിയായിട്ട് നല്ല ബന്ധമുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കരുണാനിയോട് പറയാം അവൻ്റെ ജോലി ഞാൻ തെറിപ്പിക്കുന്നപ്പോൾ. ഞാൻ പറഞ്ഞു അതൊക്കെ പോട്ടെ, ഇത് പക്ഷേ എന്നാൽ ശരി പറഞ്ഞാൽ അവിടെ എത്തിച്ചു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രപ്രവർത്തനത്തിലേക്കുള്ള ആദ്യത്തെ പടി. പിന്നെ ഒരുപാട് പത്രങ്ങൾ മാറി, 4-5 പത്രങ്ങൾ മാറി, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് ഇതെല്ലാം മാറി, ഇന്ത്യ ടുഡേ ഉണ്ടായിരുന്നു, പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇതായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം, അതിപ്പോഴും മറക്കില്ല അത്.